നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, വരുന്നില്ലെങ്കിൽ, കാണുന്നില്ലെങ്കിൽ, പഠിക്കുന്നില്ലെങ്കിൽ എന്നൊക്കെ. ഇങ്ങനെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് നാം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അൺലെസ് ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകളാണ്. ഡെയിലി നമുക്ക് ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകൾ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. എന്താ, നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് ഒരുമിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ നമുക്ക് പോകാം സെന്റൻസുകളിലേക്ക്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഓർ കമന്റ്സ് എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അൺലെസ് എന്നതിന് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം എന്നൊക്കെയാണ് ആശയം ലഭിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാം. I will go to the party unless I get sick. എനിക്ക് അസുഖം വന്നില്ലെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകും. I will go to the party unless I get sick. എനിക്ക് അസുഖം വന്നില്ലെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകും. I'll go to the party unless I get sick. You can play outside unless it's raining. മഴ പെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കളിക്കാം. You can play outside unless it's raining. You can play outside unless it's raining. മഴ പെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കളിക്കാം. You can play outside unless it's raining. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കൂടുതൽ സെന്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നീ കൃത്യസമയത്ത് വരുന്നില്ലെങ്കിൽ നിനക്ക് അവസരം നഷ്ടമാകും. അതങ്ങനെ പറയാം. Unless you come in time, you will lose the chance. Unless you come in time, you will lose the chance. Unless you come in time, you will lose the chance. നീ കൃത്യസമയത്ത് വരുന്നില്ലെങ്കിൽ നിനക്ക് അവസരം നഷ്ടമാകും. Unless he works hard, he will fail. അവൻ കഠിനമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവൻ തോൽക്കും, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ അവൻ പരാജയപ്പെടും. Unless he works hard, he will fail. Unless he works hard, he will fail. Unless he works hard, he will fail. I will buy groceries unless the store is closed. കട അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഗ്രോസറീസ് വാങ്ങും, അല്ലെങ്കിൽ കട അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ പലചരക്ക് സാധനങ്ങൾ വാങ്ങും. I will buy groceries unless the store is closed. I will buy groceries unless the store is closed. Unless you finish your homework, you can't go out to play. നിങ്ങളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പോകാനാവില്ല. Unless you finish your homework, you can't go out to play. Unless you finish your homework, you can't go out to play. Unless you exercise regularly, you won't achieve your fitness goals. നിങ്ങൾ വ്യായാമം പതിവായി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുകയില്ല. Unless you exercise regularly, you won't achieve your fitness goals. Unless you exercise regularly, you won't achieve your fitness goals. നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുകയില്ല. അൺലെസ് എന്നതിന് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം എന്നൊക്കെയുള്ള ആശയമാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്വന്തമായി സെന്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. എന്നെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. എനിക്ക് സുഖമാണോ അല്ലയോ എന്നവൾ ചോദിച്ചു. ഉച്ചഭക്ഷണം തയ്യാറാണോ ഇല്ലയോ എന്ന് അവളോട് ചോദിക്കൂ. ശമ്പളം കിട്ടിയാലില്ലെങ്കിലും ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിക്കും. എന്നിങ്ങനെയൊക്കെയുള്ള സെന്റൻസുകൾ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറില്ലേ? ഇവ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെയുള്ള സെന്റൻസുകൾ നാം ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ വെദർ എന്ന പദം ഉപയോഗിച്ച് വേണം പറയുവാൻ വേണ്ടി. ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആണോ അല്ലയോ എന്നിങ്ങനെയൊക്കെ പരോക്ഷമായ ചോദ്യം, സംശയം എന്നിവ പ്രകടിപ്പിക്കുവാൻ വെദർ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നു. കൂടുതൽ നമുക്ക് സെന്റൻസുകളോട് മനസ്സിലാക്കാം. അതിനു മുമ്പായി വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കാലാവസ്ഥ എന്നർത്ഥമുള്ള വെദർ അല്ല നാം ഇവിടെ ഉപയോഗിക്കുന്നത്. WHETHER വെദർ എന്ന പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സെന്റൻസുകൾ നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല. I don't know whether I can come. I don't know whether I can come. എനിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല. എനിക്കറിയില്ല ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന്. I don't know whether the answer is right or not. I don't know whether the answer is right or not. എനിക്കറിയില്ല ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന്. എന്നെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. I will come whether I'm invited or not. I will come whether
ഐ ആം ഇൻവൈറ്റഡ് ഓർ നോട്ട്. എന്നെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. എനിക്ക് സുഖമാണോ അല്ലയോ എന്നവൾ ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് വെൽ ഓർ നോട്ട്. ഷീ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് വെൽ ഓർ നോട്ട്. എനിക്ക് സുഖമാണോ അല്ലയോ എന്നവൾ ചോദിച്ചു. ഉച്ചഭക്ഷണം തയ്യാറാണോ ഇല്ലയോ എന്ന് അവളോട് ചോദിക്കൂ. ആസ്ക് ഹർ വെദർ ലഞ്ച് ഈസ് റെഡി ഓർ നോട്ട്. ആസ്ക് ഹർ വെദർ ലഞ്ച് ഈസ് റെഡി ഓർ നോട്ട്. ഉച്ചഭക്ഷണം തയ്യാറാണോ ഇല്ലയോ എന്ന് അവളോട് ചോദിക്കൂ. ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിക്കും. ഐ വിൽ ബൈ എ കമ്പ്യൂട്ടർ വെദർ ഐ ഗെറ്റ് ദ സാലറി ഓർ നോട്ട്. ഐ വിൽ ബൈ എ കമ്പ്യൂട്ടർ വെദർ ഐ ഗെറ്റ് ദ സാലറി ഓർ നോട്ട്. ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിക്കും. അവൻ വരുമോ ഇല്ലയോ എന്ന് നിനക്കറിയാമോ? ഡു യു നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. ഡു യു നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. അവൻ വരുമോ ഇല്ലയോ എന്ന് നിനക്കറിയാമോ? ഞാൻ ഇന്ന് രാത്രി പാർട്ടിക്ക് പോകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഐ ആം നോട്ട് ഷുവർ വെദർ ഐ വിൽ ഗോ ടു ദ പാർട്ടി ടുനൈറ്റ്. ഐ ആം നോട്ട് ഷുവർ വെദർ ഐ വിൽ ഗോ ടു ദ പാർട്ടി ടുനൈറ്റ്. ഞാൻ ഇന്ന് രാത്രി പാർട്ടിക്ക് പോകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞായറാഴ്ചകളിൽ കട തുറന്നിട്ടുണ്ടോ എന്ന് പറയാമോ? കുഡ് യു ടെൽ മീ വെദർ ദ സ്റ്റോർ ഈസ് ഓപ്പൺ ഓൺ സൺഡേയ്സ്. കുഡ് യു ടെൽ മീ വെദർ ദ സ്റ്റോർ ഈസ് ഓപ്പൺ ഓൺ സൺഡേയ്സ്. ഞായറാഴ്ചകളിൽ കട തുറന്നിട്ടുണ്ടോ എന്ന് പറയാമോ? മീറ്റിംഗ് ഉച്ചയ്ക്ക് 2 മണിക്കാണോ അതോ 3 മണിക്കാണോ എന്ന് എന്നെ അറിയിക്കാമോ? കുഡ് യു ലെറ്റ് മീ നോ വെദർ ദ മീറ്റിംഗ് ഈസ് അറ്റ് 2 PM or 3 PM. കുഡ് യു ലെറ്റ് മീ നോ വെദർ ദ മീറ്റിംഗ് ഈസ് അറ്റ് 2 PM or 3 PM. മീറ്റിംഗ് ഉച്ചയ്ക്ക് 2 മണിക്കാണോ അതോ 3 മണിക്കാണോ എന്ന് എന്നെ അറിയിക്കാമോ? നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടമെന്ന് പറയൂ. ടെൽ മീ വെദർ യു പ്രിഫർ ടീ ഓർ കോഫി. ടെൽ മീ വെദർ യു പ്രിഫർ ടീ ഓർ കോഫി. നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടമെന്ന് പറയൂ. അത്താഴത്തിന് പിസ്സ വേണോ പാസ്ത വേണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹർ വെദർ ഷീ വുഡ് ലൈക്ക് പിസ്സ or pasta for dinner. I asked her whether she would like pizza or pasta for dinner. അത്താഴത്തിന് പിസ്സ വേണോ പാസ്ത വേണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഇന്നത്തെ വീഡിയോയിലൂടെ വെദറിന്റെ പ്രയോഗം എങ്ങനെയെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം.